സർ, അനധികൃത കുടിയേറ്റം ബ്രിട്ടനെ കലാപഭൂമിയാക്കി മാറ്റുന്ന കുടിയേറ്റ വിരുദ്ധ റാലി നമ്മൾ കണ്ടതാണ്. ഏത് വിധത്തിലാണ് അവിടെ നടന്നതെന്ന്. ഇതിനിടയിൽപ്പെട്ട് ബ്രിട്ടനിലെ പോലീസുകാർ വലഞ്ഞു പോകുന്ന ഒരു കാഴ്ച, അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ബ്രിട്ടൻ ഇപ്പോൾ മുറവിളി കൂട്ടുകയാണ്. രാജ്യം കുടിയേറ്റക്കാരുടെ ചാകരയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമുണ്ട് അശോക് സാർ. ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കിയ ബ്രിട്ടന് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ തടയാൻ എന്ത് അവകാശം എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ബ്രിട്ടനിലെ ഈ ഒരു അവസ്ഥ, ബ്രിട്ടൻ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ബ്രിട്ടൻ പതുക്കെ പതുക്കെ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയല്ലേ? അത് വെസ്റ്റ്മിനിസ്റ്ററിൽ നടന്ന റാലി എന്ന് പറയുന്നത് വിപുലമായ ഒരു റാലി ആയിരുന്നു. 1.5 ലക്ഷത്തിന് മേൽ ബ്രിട്ടീഷുകാർ അതിൽ പങ്കെടുത്തു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. പോലീസ് വലിഞ്ഞുപോയി എന്നുള്ളത് വേറൊരു വാസ്തവം. അപ്പം ഇതിന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പെർമിഷൻ ചോദിച്ചത്. പിന്നീട് അതാണ് വിപുലമായിട്ട് അനധികൃത കുടിയേറ്റം അതിലേക്ക് കടന്നു പോവുകയും ഇത് ഓർഗനൈസ് ചെയ്തത് മെയിനായിട്ട് യാഥാസ്ഥിതിക കക്ഷികളാണ്, അല്ലെങ്കിൽ യാഥാസ്ഥിതികരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഇതേ ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പാരീസിലും കണ്ടതാണ്. പാരീസിൽ ഇതുപോലെ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള റാലി പ്രശ്നങ്ങളൊക്കെ എന്താണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേര് പന്നിത്തലയിൽ എഴുതി വെച്ചുള്ള ഒരു ആളുകളുടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ കണ്ടതാണ്. അപ്പൊ ഇവിടെ ബ്രിട്ടനിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ലോകം മുഴുവൻ കോളനി ഉണ്ടാക്കിയ ബ്രിട്ടൻ കുടിയേറ്റക്കാരെ എന്തിനു തടയുന്നു എന്നുള്ളൊരു ചോദ്യത്തില് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ചെറിയ ഫാക്ച്വൽ എററുണ്ട്. ബ്രിട്ടൻ ഇപ്പോൾ തടയണം എന്ന് കൺസർവേറ്റീവ്സ് ആവശ്യപ്പെടുന്ന കുടിയേറ്റക്കാരെന്ന് പറയുന്ന അനധികൃത കുടിയേറ്റക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ട് അധികൃതമായിട്ട് അല്ലെങ്കിൽ എല്ലാവിധ പേർപ്പസും കാണിച്ചുകൊണ്ട് ബ്രിട്ടനിൽ കുടിയേറാനുള്ള സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതില് ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്. ഇതങ്ങനെയല്ല. മെയിനായിട്ട് അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാന്, പിന്നെ എറിട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്, ഈവൻ മ്യാൻമറിൽ നിന്ന് വരെ ആളുകൾ അവിടെ കുടിയേറുന്നുണ്ട്. അവിടെ മ്യാൻമറിലെ മറ്റേ റോഹിൻഗ്യകളുമായിട്ടുള്ള തർക്കത്തിൽ റോഹിൻഗ്യകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരുടെ ഒരു സ്ഥിരം അല്ലെങ്കിൽ ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്ന ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലണ്ടിന്റെ പോർട്ടുകളിൽ വന്നിറങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും നദിയിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് അതുവഴി കയറിയിട്ട് പേപ്പേഴ്സ് ഒന്നും കാണുകയില്ല. അപ്പം എന്നിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ അവിടെ കുടിയേറിയിട്ടുള്ള അഫ്ഗാനികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന സിറിയൻസ് ഒക്കെ കാണും, ഇറാനിയൻസ് ഉണ്ട്. അവരുടെ ഒരു ക്ലസ്റ്ററിൽ പോയിട്ട് ഇവരങ്ങ് ഡിസോൾവ് ചെയ്യും. പിന്നെ പോലീസിന് പണിയാകും. പിന്നെ ഇവരെ കണ്ടുകിട്ടുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ എന്തെങ്കിലും ക്രൈംസ് ഉണ്ടാകുമ്പോഴാണ് പോലീസ് തപ്പിയെടുക്കുമ്പോൾ ഇവർക്ക് പേപ്പേഴ്സ് ഒന്നും കാണത്തില്ല. ഇതാണ് ബ്രിട്ടൻ ഫേസ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പം എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാരുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അഫ്ഗാനിസ്ഥാനായാലും ഇറാനായാലും സിറിയ, പിന്നെ എറിട്രിയ, മറ്റേ മ്യാൻമറിലൊക്കെ ഉള്ള വിഷയം എന്ന് പറയുന്ന പെർസിക്യൂഷൻ ഭയന്നിട്ടാണ്. അതായത് അവിടെയുള്ള ആളുകൾക്ക് ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ജീവിത നിലവാരം വളരെ മോശമാണ്. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, തൊഴിലില്ല, പിന്നെ മതപരമായ അടിച്ചമർത്തലുകള്, അതിലുപരി വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസം കിട്ടാനുള്ള മാർഗങ്ങൾ ഒക്കെ വളരെ കുറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹിക ജീവിയായിട്ട് മനുഷ്യന് ജീവിക്കാൻ ഒക്കാത്ത സിറ്റുവേഷനുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം കുടിയേറ്റക്കാര് വരുന്നത്. കൂടുതലും പുരുഷന്മാരാണ്. സ്ത്രീകളും കുട്ടികളും വളരെ വളരെ ചെറിയ തോതിൽ അവരും എത്തുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക, ജനിച്ചു പോയി ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു
ഡ്രൈവിലാണ് ഈ കുടിയേറ്റക്കാരൊക്കെ അവിടെ എത്തുന്നത്. അവർക്കന്നേരം അധികൃതമെന്നോ അനധികൃതമെന്നോ ഒന്നും നോക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ രക്ഷിച്ചുകൊണ്ട് ഓടി വരുന്നവരാണ്. ഇതാണ് ബ്രിട്ടനിലെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് എന്തുകൊണ്ട് കൂടുതൽ ആളുകളും ബ്രിട്ടൻ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ആ വിഷയം തന്നെയാണ്. ബ്രിട്ടന് ഒരു കോളനികൾ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആണ് ഇവിടുത്തെ ബ്രിട്ടന്റെ ഒരു കൾച്ചറൽ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ അവിടേക്ക് കുടിയേറുന്നത്. കാരണം അവരവരെ സംരക്ഷിക്കുന്നു. മാത്രമല്ല ബ്രിട്ടന് വളരെ സമഗ്രമായ ഒരു കുടിയേറ്റ നിയമമുണ്ട്. അപ്പം ആ നിയമത്തിന്റെ ആംബിറ്റിലേക്ക് പോകാൻ പറ്റിയേക്കും എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷ ഇപ്പോൾ ബ്രിട്ടനിലുള്ള ഇതേ രാജ്യക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പം മാനുഷികമായിട്ട് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ കുടിയേറ്റക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. കുടിയേറ്റക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. അതിന് പ്രത്യേക നിയമങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോഴ് ബ്രിട്ടന്റെ സാമ്പത്തികാവസ്ഥ ഒരു പരിധി വരെ വളരെ മോശമായിരിക്കുകയാണ്. അവിടെ തന്നാട്ടുകാർക്ക് തന്നെ തൊഴിൽ കുറഞ്ഞു തുടങ്ങി. പിന്നെ ജീവിത ചെലവ് വലുതായിട്ട് കൂടി. നേരത്തെ ഇരുന്ന പ്രധാനമന്ത്രി അയാളുടെ കാലത്ത് ധാരാളം നികുതികൾ ഏർപ്പെടുത്തി. എല്ലാ നികുതികളും പിൻവലിക്കാൻ ഒക്കാത്ത അവസ്ഥയിലാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പൊ ഇങ്ങനെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെപ്പറ്റി മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അഫ്ഗാന്, ഇറാൻ, പിന്നീട് സിറിയ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളില് ഉള്ള ഒരു ഈ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഒരു തരം വോളറ്റൈൽ സോഷ്യൽ രീതിയുണ്ട്. അല്ലെങ്കിൽ വോളറ്റൈൽ സോഷ്യൽ ഒരു ജീവിത സാമൂഹിക ക്രമത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ രാഷ്ട്രങ്ങളെ ഒരു പരിധി വരെ അവരെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്ത് നമുക്കിനി ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ അവര് ചെയ്യുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഗാസയുടെ വിഷയവും പാലസ്തീന്റെ വിഷയവും ഹമാസിന്റെ കാര്യമൊക്കെ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അതിനേക്കാളിലും ഗുരുതരമാണ് ഇത്തരം രാജ്യങ്ങളിൽ യമനിലെയൊക്കെ ഉള്ള അവസ്ഥ. അപ്പൊ ഇവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ വലിയേട്ടന്മാരാണ്. ഇവരെല്ലാം കൂടി ആലോചിച്ചിട്ട് അഫ്ഗാനിസ്ഥാനെ ഉപദേശിക്കുക, സിറിയയെ ഉപദേശിക്കുക, പിന്നീട് ഇറാനെ ഉപദേശിക്കുക. നിങ്ങൾ പുതിയ ലോകക്രമത്തിലും ജനാധിപത്യത്തിലേക്കൊക്കെ പോവുക, നിങ്ങൾ തൊഴിലുണ്ടാക്കി കൊടുക്കുക. കാരണം ഇതൊന്നും സോഴ്സസ് ഇല്ലാത്ത രാജ്യങ്ങളല്ല. അവിടെ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രകൃതി സ്രോതസ്സുകളുണ്ട്. പിന്നെ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുടിയേറ്റം പിന്നെയും തുടർന്നു വരും. അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ പലതും മത ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകളെയൊക്കെ ജനാധിപത്യ ഗവൺമെന്റുകളായിട്ട് പരിഷ്കരിക്കാനുള്ള ഇൻപുട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ആയിട്ട് വരും. കാരണം ഇത് നമുക്ക് ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിക്കക്കള്ളി ഇല്ലാത്ത പല ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഇപ്പം യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവര് ഇവിടെയും രക്ഷയില്ല എന്ന് വന്നു കഴിയുമ്പോഴാണ് അവരവരുടെ വില്ലനി പുറത്തെടുക്കുന്നത്. അത് ബ്രിട്ടന്റെ ഒരു സാമൂഹ്യാവസ്ഥയെ തകർക്കുന്നുണ്ട്. അതുകൂടി തടയുക എന്നുള്ളത് ലോക സമാധാനത്തിനുൾപ്പെടെ സ്വന്തം രാഷ്ട്രത്തിന്റെ സമാധാനത്തിനും കൂടി വേണ്ടിയിട്ട് അവര് ചെയ്യേണ്ട കാര്യം ഇപ്പോഴുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവരെ വേണ്ട വിധത്തിൽ പുനരധിവസിപ്പിക്കാൻ, അതായത് അവരവരുടെ രാജ്യങ്ങളിൽ തന്നെ പുനരധിവസിപ്പിക്കാനുള്ള സഹായവും അതിനുള്ള ഒരു പ്രഷറും ചെലുത്തുകയാണ്. അല്ലെങ്കിൽ ഇത് യൂറോപ്പിൽ വളരെ രൂക്ഷമായിട്ട് യൂറോപ്പിനെ ബാധിക്കും. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഫ്രാൻസിനും ഒക്കെ ജർമ്മനിക്കും ഒക്കെ ഇക്കാര്യത്തിൽ സഹായിക്കാം. എല്ലാവരും ആ ഒരു എഡ്ജിൽ നിന്നിരുന്നവരെല്ലാവരും ഇപ്പൊ പതുക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ രൂക്ഷമായ ഒരു പ്രശ്നമാണ്. ബ്രിട്ടൻ എല്ലായിടത്തും കോളനി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തിരിച്ച്
ഈ കോളനിയുടെ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ, സഹായങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഇതിനെ കണ്ടെയ്ൻ ചെയ്യണം. യെസ്, അതാണ്. ബ്രിട്ടൻ പണ്ട് ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ബ്രിട്ടൻ ഇന്ന് ഏത് അവസ്ഥയിലാണ് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ ഈ അക്ഷരാർത്ഥത്തിൽ അശോക് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുടിയേറ്റ വിരുദ്ധ റാലി കണ്ട് ലോകം മുഴുവൻ ഞെട്ടി എന്നുള്ളതാണ്. 1.5 ലക്ഷത്തോളം പേര് ആ റാലിയിൽ പങ്കെടുത്തു. പോലീസിന് പോലും നിയന്ത്രിക്കാനാകാത്ത വണ്ണം ആ റാലി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റം അതീവ രൂക്ഷമാകുന്നു എന്ന സാഹചര്യമാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് സർവ്വപ്രതാപിയായിരുന്ന ബ്രിട്ടൻ ഇന്ന് വളരെ വളരെ ദാരുണമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യവും. വ്യക്തമാണ്. താങ്ക് യു, അശോക് സർ.